ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ചിരങ്ങ എടുത്തിട്ടുണ്ട്. ചിരങ്ങാന്നും ചുരക്കാന്നും ഒക്കെ പറയും. ഏകദേശം ഒരു 1/2 കിലോത്തിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാകും. ഒരു 650 ഗ്രാം വരുന്ന ഒരു ചിരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 6 ഗ്ലാസോളം ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇതിവിടെ മൊത്തത്തിൽ കുരുവും ആ ഒരു പുറത്തുള്ള തൊലിയൊക്കെ നല്ല രീതിയിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ വലിയ പീസായിട്ടാണ് കട്ടാക്കി എടുത്തുള്ളത്. പിന്നെ അധികം മൂത്ത ചിരങ്ങ എടുക്കരുത്. ഇളയ ചിരങ്ങ എടുക്കുമ്പോഴാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇളയ ചിരങ്ങ കിട്ടുകയാണെങ്കിൽ അതന്നെ എടുക്കുക. ഇനി ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് മൂടി നിൽക്കണ വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടി പോകണ്ട. ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളി മാത്രം ചേർത്താൽ മതിയാകും. ഇനി കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ചെടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 or 3 വിസിൽ വരുന്നവരെ നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ വെന്തിട്ട് കിട്ടണം. ഇതിവിടെ നല്ല പോലെ വേവിച്ചെടുത്തതിന് ശേഷം വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവണ വരെ തന്നെ വേവിച്ചെടുക്കണം. ഇതുപോലെ വേണം കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇത്രയും വേവിച്ചാൽ ജ്യൂസാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതിന് വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. വെള്ളം മൊത്തത്തിൽ കളഞ്ഞെടുക്കണം. ഇതിവിടെ നല്ല പോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഈ ഒരു മിക്സിന് ജാറെടുക്കുക. ഇതിലേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ടിയാക്കി എടുത്തിട്ടുള്ള പാല് വേണം ചേർക്കാനായിട്ട്. ഏകദേശം ഒരു 500 ml ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയാക്കി എടുത്താൽ ഈ ഒരു ജ്യൂസിന് നല്ല തിക്നെസ്സും ടേസ്റ്റും ഉണ്ടാകുള്ളൂ. കൂടെ തന്നെ 5 രൂപൻ്റെ ഹോർലിക്സിൻ്റെ പാക്കറ്റ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഏലക്കായ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ട് എടുക്കുക. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. നല്ല പോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരമായിട്ട് ഈന്തപ്പഴം ചേർത്തിട്ടും അടിച്ചെടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പഞ്ചസാര വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഇത്രയും തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാകുക. ഇതിലേക്ക് കുതിർത്തിയെടുത്തിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂൺ കസ്കസിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുതിർത്തിയെടുത്തുള്ളതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കുതിർത്തിയെടുക്കുമ്പോൾ തന്നെ നല്ല പോലെ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്തിട്ട് ലൂസാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 6 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കുടിക്കുമ്പോൾ ഒരിക്കലും പറയൂല ഇത് ചിരങ്ങ വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെന്നുള്ളത്. ഇഫ്താർ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് കൂടിയാണിത്. പിന്നെ വീട്ടിലുള്ള സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാനിത് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തെടുക്കുക. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് കുടിക്കുമ്പോൾ ഒരിക്കലും പറയൂല ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്